ഫ്രണ്ട്സ് എല്ലാവർക്കും അയൽ മാസ്റ്റർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കണമെന്ന് വെച്ചാൽ ഇതേപോലൊരു വാച്ചിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അടിപൊളി വാച്ചാണ് ഗൈസ്. ഞാൻ ഇപ്പോഴായിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതാണ് വാച്ച്. ലുക്കൊക്കെ ഓക്കെയാണ്, വലിയ സീനില്ല. പിന്നെ ഗൈസ് വീഡിയോയിൽ പറയാത്തൊരു കാര്യമുണ്ട്, വേറൊന്നുമില്ല. എന്നെപ്പോലെ ചെറിയ കൈയുള്ളവർക്ക് ഈ വാച്ച് കെട്ടാൻ കുറച്ച് പാടാണ്. കാര്യം കെട്ടുമ്പം കുറച്ച് ഈ സ്ട്രാപ്പ് കുറച്ച് കട്ടിയാണ് ഗൈസ്. പക്ഷേ എൻ്റെ കൈ എന്ന് വെച്ചാൽ നല്ല തിൻ കൈയാണ്. കാണിച്ച ഈ കൈ ഇതേപോലത്തെയൊക്കെ കൈയുള്ളവർക്ക് സീനില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ വേറൊന്നുമല്ല, ഈ അടിപൊളി വാച്ചാണ് ഗൈസ്. എന്തായാലും നിങ്ങൾ നേരെ ആ റിവ്യൂ ആണ്. അതിന് മുമ്പായിട്ട് ഇതാണ് നിവേദ്. യവനാണ് എനിക്ക് ഈ വാച്ച് സെറ്റാക്കി തന്നത് റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട്. യവനാണ് വാങ്ങിയത് ഗൈസ്. അപ്പോൾ എന്നാ ഇത് പിടിച്ചോളൂ. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ള, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ നേരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. നേരെ പോയി ആ ബാക്കി വീഡിയോ ആണ്. അപ്പോൾ ഗൈസ് ഈ ഒരു രീതിയിലാണ് നമ്മുടെ നോയ്സിൻ്റെ ആ ഒരു വാച്ചിൻ്റെ പെട്ടി വരുന്നത്. നല്ല രീതിക്കുള്ളൊരു പാക്കേജിങ് ഒക്കെ തന്നെയാണ് ഈ ഒരു പ്രൈസിൽ. അപ്പോൾ ഓക്കെ ഗൈസ്, എൻ്റെ കയ്യിൽ ഞാൻ ഗെയിമിംഗ് സ്ലീവ് ഇട്ടേക്കണ വേറെ ഒന്നുമല്ല, ഷോഹിനൊന്നുമല്ല. കയ്യിന് ചെറിയ പണി ഇട്ടിട്ടുണ്ട്. കാര്യം ബസ്സിൽ വെച്ചൊരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ കയ്യിൻ്റെ നഖത്തിനും കയ്യിനൊക്കെ ചെറിയ പണി കിട്ടി, അതാണ് ഇട്ടേക്കണത്, വേറെ ഒന്നുമല്ല. പിന്നെ നമ്മുടെ ബോക്സിലാണ് സ്പെക്ക് നോക്കിയാൽ 1.85 ഇഞ്ചിൻ്റെ ഒരു TFT ഡിസ്പ്ലേ ആണ്. അതിൻ്റെ കൂടെ 515 നിറ്റ്സ് ബ്രൈറ്റ്നസ് വരുന്നുണ്ട് സ്ക്രീനിന്. പിന്നെ BT കോളിംഗ് അവൈലബിൾ ആണ്. ഓക്കെ, നല്ല ഒരു ഇതൊക്കെ തന്നെയാണ് ഫ്രണ്ടിൽ വന്നേക്കണം. പിന്നെ ആ ഒരു സ്റ്റിക്കറും ആ ഒരു വാച്ചിൻ്റെ പടവും ഓക്കെ, അതെല്ലാം കൊള്ളാം. പിന്നെ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ 24/7 ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് വരുന്നുണ്ട്. പിന്നെ സ്ട്രെസ് മോണിറ്ററിങ് വരുന്നുണ്ട്. പിന്നെ നോട്ടിഫിക്കേഷനും കോളും SMS എല്ലാം ഇവിടെ കാണാവുന്നതാണ്. പിന്നെ 10 ദിവസം വരെ ബാറ്ററി ലൈഫ് വരുന്നുണ്ട്. SpO2 മോണിറ്ററിങ് ഉണ്ട്. പിന്നെ 130ലധികം സ്പോർട്സ് മോഡ്സും വരുന്നുണ്ട്. പിന്നെ IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൂഫ് കൂടെ ആണ്. ഇപ്പുറത്തെ സൈഡ് വരികയാണെങ്കിൽ ഇതേപോലെയാണ് കാണാനായിട്ട്. പിന്നെ ഇപ്പുറത്ത് ഒരു ചെറിയ ഇതുണ്ട്. മൈജിയിലെന്നാണ് ബോക്സ് എടുത്തത്. അപ്പോൾ അതാണ് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് അവർ. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഞാൻ ഇത് ആൾറെഡി ഒന്ന് അൺബോക്സ് ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, കുട്ടുവിൻ്റെ ആണ്. അപ്പോൾ അവൻ അവിടെ മൈജിയിൽ വെച്ച് നോക്കാൻ വേണ്ടി അൺബോക്സ് ചെയ്തതാണ്, ഒരു ഫേക്ക് അൺബോക്സിങ്. അപ്പോൾ നമുക്കിതൊന്ന് ഇങ്ങനെ വലിക്കാം. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോഴാണ് നമ്മുടെ വാച്ച് കാണാവുന്നതാണ്. ഇത് ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വാച്ച് ഇതിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുറത്തൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, സ്റ്റിക്കറിൽ റാപ്പിംഗ്. അപ്പോൾ അത് നമ്മുടെ കുട്ടു റിമൂവ് ചെയ്ത് തിരിച്ചെടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് കളഞ്ഞു വരുന്നത്. അപ്പോൾ സീനില്ല, എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ വാച്ച് നമുക്ക് മാറ്റി വയ്ക്കാം ബോക്സിൻ്റെ അകത്ത്. അപ്പോൾ ഇതേപോലെ ഒരു സംഭവമുണ്ട്, ഇത് നമുക്കൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ അകത്ത് ഇതേപോലെ ഒരു കവർ വരുന്നുണ്ട്, അത് മാറ്റി വയ്ക്കാം ഫസ്റ്റ്. അതിനകത്തൊരു യൂസർ മാനുവൽ വരുന്നുണ്ട്, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാനുള്ള എന്നൊക്കെയുള്ള ആ ഒരു മാനുവലാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഇതാണ് ഗൈസ് മെയിൻ. എന്നാ ലുക്ക് നോക്കിയത്, സ്റ്റിക്കറാണ് ഗൈസ്. നോയ്സിൻ്റെ അത്യാവശ്യം നല്ല ലുക്കുള്ള സ്റ്റിക്കേഴ്സാണ്. നിങ്ങൾക്ക് ഹെൽമെറ്റിലോ കാറിലോ ബൈക്കിലോ എന്തിലും വേണോ ഒട്ടിക്കാം. ഡീസൻ്റ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് അവർ തന്നിട്ടുള്ളത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതാ ഈ കവറിങ്ങിൻ്റെ അകത്ത് മിക്കവാറും ചാർജർ ആയിരിക്കും വരാനുള്ളത്. ഇത് ഇതുവരെ തുറന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ചാർജറാണ് വരുന്നത്. നമുക്ക് ഇതൊന്ന് മാറ്റാം. ഓക്കെ ഗൈസ്, അത്യാവശ്യം ലെങ്ത് ഉണ്ട്, കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിക്കുള്ള ചാർജർ തന്നെയാണ്. USB-യിലാണ് വരുന്നത്, വയർലെസ് ചാർജറല്ല, പിന്നാണ്. അപ്പോൾ നമുക്കിത് കാണിച്ചു തരാം. ഇതേപോലെ ഇതിൻ്റെ ബാക്കിൽ ഇതേപോലത്തെ 2 സ്ഥലമുണ്ട്, അവിടെ നമ്മൾ ഇങ്ങനെ ഒട്ടിച്ച് ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് വാച്ചിലോട്ട് കിടക്കാം. വാച്ചിലോട്ട് വരികയാണെങ്കിൽ ഇതിൽ ഈ ഒരു ലുക്കാണ് വരുന്നത് വാച്ച്. ഓക്കെ, വലിയ സീനില്ല കാണാനൊക്കെ. സ്ട്രാപ്പിൽ നോയ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് സിലിക്കോൺ സ്ട്രാപ്പാണെന്നാണ് തോന്നുന്നത്. കുഴപ്പമില്ല ഗൈസ്, നല്ല ക്വാളിറ്റിയുള്ള ഒരു സ്ട്രാപ്പൊക്കെ തന്നെയാണ്. പിന്നെ നമുക്കിത് ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ക്രൗൺ വരുന്നുണ്ട്, അതിൽ നോയ്സിൻ്റെ ആ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് കറക്കിയിട്ട് എനിക്ക് വലിയ ക്ലിക്കി ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇത് ക്രൗൺ വർക്കിംഗ് ആണെന്ന് എന്ന് വെച്ചാൽ ഇങ്ങനെ കറക്കുമ്പോൾ ആ ഒരു സ്ക്രോളിങ് അത് വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നില്ല.
എന്തായാലും ഡിസ്പ്ലേ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഡിസ്പ്ലേ ആണ് കാണുന്നത്. എന്തായാലും ഇതൊന്ന് തട്ടിയാൽ പൊട്ടുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ സൈഡൊക്കെ വരികയാണെങ്കിൽ ഇത് പ്ലാസ്റ്റിക് ബിൽഡാണ്, ബാക്കും പ്ലാസ്റ്റിക് ബിൽഡ് തന്നെയാണ് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ ചാർജിങ് എല്ലാം വരുന്നത്. ഇവിടെ നമ്മുടെ സെൻസേഴ്സും കാര്യമൊക്കെ വരുന്നുണ്ട്. പിന്നെ നോയ്സ് എന്നുള്ള ഒരിതും പിന്നെ അതിൻ്റെ കുറച്ച് SPO2 വാട്ടർ പ്രൂഫ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ചുറ്റും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ഓൺ ആക്കാം. ജസ്റ്റ് ഇതൊന്ന് ലോങ് പ്രസ് ചെയ്താൽ ഇത് ഓൺ ആവും. ഓക്കെ, നോയ്സ് എന്നൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, നേരത്തെ തന്നെ ഇതൊന്ന് ബൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഓക്കെ, സ്ക്രീൻ നല്ല അടിപൊളി സ്ക്രീനൊക്കെ തന്നെയാണ്, നല്ല സ്മൂത്താണ്. ആമോലെഡ് ഡിസ്പ്ലേ അല്ലെങ്കിൽ കൂടിയും നല്ല സ്മൂത്ത് ആയിട്ടുള്ളതാണ്. ഇങ്ങനെ ആക്കിയ ഷോർട്ട് കട്ടായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറൊക്കെ വരുന്നതാണ്. ഇങ്ങനെയാക്കിയാൽ നമ്മുടെ ഈ ഷോർട്ട് കട്ട്സ് സൈലൻ്റ് ഉണ്ട്, അത് മാറ്റാനുള്ളതുണ്ട്. പിന്നെ ഇവിടെ ഡാർക്ക് മോഡ് ബ്രൈറ്റ്നെസ്സിൻ്റെത് ഈ ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അതിങ്ങനെ വെച്ച് നമുക്ക് ബ്രൈറ്റ്നെസ് കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതാണ്. ഇപ്പോൾ മാക്സിമത്തിലാണ് ഇട്ടേക്കുന്നത് വീഡിയോൻ്റെ ഇതിന്. പിന്നെ ഇവിടെ എന്തോ ബാറ്ററീൻ്റെ സംഭവമൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അടുത്ത് എനിക്കിനി പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ഇവിടെ ആയിട്ടാണ് എൻ്റെ സ്പീക്കറിൻ്റെ ഗ്രില്ലൊക്കെ വരുന്നത്. പിന്നെ ഇപ്പുറത്തായിട്ടൊരു ചെറിയൊരു ഡോട്ട് കാണാം, അതാണ് മൈക്ക്. ഓക്കെ, ഡീസൻ്റ് ആയിട്ടുള്ളതെന്നാണ് തോന്നുന്നത്, ഞാൻ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല. പിന്നെ നമുക്കിത് ഇത് ബട്ടണിൽ പ്രസ് ചെയ്താൽ ഇതേപോലെ മെനു ബാർ വരും. ഇതിലിതാ ഇവിടെ ആദ്യമായിട്ട് അപ്പോൾ അതിൽ നോക്കിയാൽ അപ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസൊക്കെ വരുന്നുണ്ട്. മാറ്റി കഴിഞ്ഞാൽ അടുത്തത് ഇവിടെ നോയ്സ് ബൂസാ, അങ്ങനെ ആ ഒരു ഓപ്ഷനിൽ കോൾ ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസാണ് വരുന്നത്. ഇവിടെ കോണ്ടാക്റ്റ് സേവ് ചെയ്തിടാവുന്നതാണ്. കാൾ ഹിസ്റ്ററി ഇതാ ഇവിടെ വരും. എടാ നീ കോൾ ചെയ്താടാ ഇത് വെച്ച്? ഒരു ഹിസ്റ്ററി, ഒരു കോൾ ഹിസ്റ്ററി ഒന്ന് കിടക്കണം. അത് ഈ പ്രസ് ചെയ്താൽ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ കോൾ ചെയ്യാൻ വേണ്ടി ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് നീക്കിയ ഇതെല്ലാം തന്നെയാണ് വരുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് വർക്കൗട്ട്സിലാണ്. ഇതിലിതാ കുറേ എന്തോ ഓപ്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ ക്ലോക്ക് നോക്കിയാൽ വേൾഡ് ക്ലോക്ക് അങ്ങനെ കുറേ ഉണ്ട്. ഇതെല്ലാം ബ്ലൂടൂത്ത് കണക്ട് ചെയ്താൽ സെറ്റ് ആവും ഗൈസ്. ഇത് പിന്നെ നമ്മുടെ വർക്കൗട്ട് ഓപ്ഷനിലുള്ളതാണ്. പിന്നെ അതാ മ്യൂസിക് കൺട്രോളർ വരുന്നുണ്ട്. അതാ ഒരു ലൈറ്റ് വരുന്നുണ്ട്, ഓൺ ഓഫ് അങ്ങനെ ചെയ്യാം. കാൽക്കുലേറ്റർ. ഓക്കെ ഗൈസ്, ഇതെനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല വലിയ ഒരു സ്വിച്ചസ് ഒക്കെയാണ് വരുന്നത്. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം കൂട്ടാവുന്നതാണ്. 1+1 2 എല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. സെറ്റിങ്സ് അതിലിതാ ഇതേപോലെ കുറേ ഓപ്ഷൻസൊക്കെ വരുന്നുണ്ട്. പിന്നെ അതാ സെറ്റിങ്സിൽ ഇതാ ഒരു QR കോഡ് വരുന്നുണ്ട്, അത് നമുക്ക് സ്കാൻ ചെയ്ത് കണക്റ്റൊക്കെ ചെയ്യാം. പിന്നെ റീബൂട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, റീസ്റ്റാർട്ട് ഉണ്ട്, പവർ ഓഫ് അതുണ്ട്. പിന്നെ ഡിവൈസ് ഇൻഫോർമേഷൻ, ബൂട്ട് കോൾ, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസൊക്കെ വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, നല്ല ഒരു വാച്ച് തന്നെയാണ്. ഇതിന് റേറ്റ് എത്ര പറഞ്ഞത്? 1500. അവൻ ഒരു 1500 രൂപയ്ക്കാണ് എടുത്തത്. ഓക്സിജൻ എന്നാണ് എടുത്തത്. പിന്നെ ഞാൻ ഇതിൻ്റെ ലിങ്ക് പറ്റുമെങ്കിൽ എടുക്കാം. അല്ല, മൈജി ഓക്സിജനില്ല, മൈജി എന്നാണ് എടുത്തത്. പിന്നെ കേസ് ഞാൻ ഇതിൻ്റെ ലിങ്ക് പറ്റുമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എന്തായാലും നല്ല വാച്ച് തന്നെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത് ഞാൻ ഇന്നലെ ഓർഡർ ചെയ്തതേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് എന്തായാലും ഇപ്പം പറയാൻ പറ്റത്തില്ല എത്ര ദിവസം നിൽക്കും എങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ കുഴപ്പമില്ല കേസ്, കൊടുക്കുന്ന പൈസയ്ക്ക് ഓക്കെയാണ്. പിന്നെ ഗെയിം ഉണ്ടെന്നും പറഞ്ഞ് ഇതിലാരും ഇരിക്കേണ്ട, ഗെയിം ഇല്ല കേസ് ഈ വാച്ചിൽ. അപ്പോൾ അത് ഈ പൈസയ്ക്ക് നല്ല ഗെയിമൊക്കെ കൊടുക്കുന്ന വാച്ചുകൾ ഉണ്ട്, അങ്ങനെയുള്ളവർക്ക് അങ്ങനെ നോക്കാം. പിന്നെ AMOLED ഡിസ്പ്ലേ അതല്ല, TFT ഡിസ്പ്ലേ ആണ്. വലിയ സീനില്ല, പക്ഷെ നല്ല ക്ലാരിറ്റി ഉള്ള ഡിസ്പ്ലേ ഒക്കെയാണ് വരുന്നത്. ഓക്കെ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ ഈ വാച്ചിൻ്റെ ആ ഒരു റിവ്യൂ പോലെ ഞാൻ ഒന്ന് എടുത്തതാണ്. ഓക്കെ, കൊള്ളാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വാച്ച് വാങ്ങാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
പിന്നെ അതിനു മുമ്പായിട്ട് നിങ്ങൾ വേഗം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. കാരണം അടുത്ത് ഞാൻ ഇടാൻ പോകുന്ന ഒരു വലിയൊരു വീഡിയോ ആണ്. ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്, ബോട്ട് സ്റ്റോൺ 1200 എന്ന് പറയുന്ന ഒരു സ്പീക്കറിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ വേഗം ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, എങ്കിൽ ആ ഒരു വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.